പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം. ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 2 പ്രധാന വാർത്തകൾ. ഒരു രാജ്യത്ത് ഒരേ സമയം വിവിധയിടങ്ങളിൽ വ്യത്യസ്ത കാലാവസ്ഥകൾ കൊണ്ട് ശ്രദ്ധേയമാണ് സുൽത്താനേറ്റിന്റെ അന്തരീക്ഷം. മസ്കത്തിൽ ചൂട് കയറുമ്പോൾ സലാല തണുത്തു തുടങ്ങും. ജബൽ അക്തറും ജബൽ ഷംസും തണുത്തു വിറയ്ക്കുമ്പോൾ സുഹാറും സൂറും ചുട്ടുപൊള്ളും. വെക്കാൻ ഗ്രാമവും മിസഫത്ത് അൽ അബ്രൈൻ പർവ്വതനിരയും ഏത് കാലാവസ്ഥയിലും സന്ദർശകരെ മാടി വിളിക്കും. വർഷത്തിലെ 12 മാസങ്ങളിലും ഒമാനിൽ വിമാനമിറങ്ങുന്ന വിദേശ സഞ്ചാരികൾക്കും ആഭ്യന്തര യാത്രികർക്കും പ്രകൃതി ഒരുക്കി വെച്ചിരിക്കുന്നത് വൈവിധ്യങ്ങളായ വിനോദ വിഭവങ്ങളാണ്. ഏത് കാലാവസ്ഥയ്ക്കും അനുയോജ്യമായ രാജ്യത്തെ വ്യത്യസ്ത വിനോദസഞ്ചാര കേന്ദ്രങ്ങൾക്ക് കൂടുതൽ പ്രചാരം നൽകി സന്ദർശകരെ ആകർഷിക്കുന്നതിനുള്ള ശ്രമത്തിലാണ് പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയം. ചേഞ്ച് ദി അറ്റ്മോസ്ഫിയർ എന്ന പേരിൽ മന്ത്രാലയം ക്യാമ്പയിൻ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. നാഷണൽ ട്രാവൽ ഓപ്പറേറ്ററായ വിസിറ്റ് ഒമാൻ ഒമ്രാൻ ഗ്രൂപ്പുമായി സഹകരിച്ചാണ് ക്യാമ്പയിൻ ഒരുക്കുന്നത്. ആഗസ്റ്റ് അവസാനം വരെയാണ് ക്യാമ്പയിൻ പ്രചാരണ പരിപാടികൾ. എക്സ്പീരിയൻസ് ഒമാൻ എന്ന മന്ത്രാലയത്തിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വഴി ഒമാനിലെ പൈതൃക വിനോദസഞ്ചാര കേന്ദ്രങ്ങളെയും പരിപാടികളെയും പരിചയപ്പെടുത്തും. വർഷം മുഴുവനുമായുള്ള ടൂറിസം പ്രവർത്തനങ്ങൾക്കും അക്കൗണ്ട് വഴി പ്രചാരം നൽകും. മ്യൂസിയങ്ങൾ, ഷോപ്പിംഗ് സെന്ററുകൾ, വിനോദവേദികൾ, ബീച്ചുകൾ, പർവ്വതങ്ങൾ തുടങ്ങിയവയെക്കുറിച്ച് നിരന്തരം പ്രചാരം നൽകും. സഞ്ചാരികൾക്ക് അനുകൂലമായ കാലാവസ്ഥയുള്ള പ്രദേശങ്ങളെയും നിരന്തരം പരിചയപ്പെടുത്തും. ഖരീഫ് ആസ്വദിക്കാൻ ധോഫാർ ഗവർണറേറ്റിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് സുരക്ഷാ മാർഗനിർദ്ദേശങ്ങളുമായി സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗം. എല്ലാവിധ മുന്നൊരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ടെന്നും സിവിൽ ഡിഫൻസ് അറിയിച്ചു. സന്ദർശകരും ഖരീഫുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാനും അധികൃതർ നിർദ്ദേശിച്ചു. ദാഖിലിയ, ദാഹിറ, അൽവുസ്ത ഗവർണറേറ്റുകളിലെ ധോഫാർ ഗവർണറേറ്റിലേക്കുള്ള റോഡുകളിൽ എന്തെങ്കിലും അപകടങ്ങളുണ്ടായാൽ അവയെ നേരിടാൻ പുതിയ കൺട്രോൾ പോയിന്റുകളും ഒരുക്കിയിട്ടുണ്ട്. തെക്കൻ ഷർക്കിയ, അൽവുസ്ത, ധോഫാർ എന്നിവയുമായി ബന്ധിപ്പിക്കുന്ന തീരദേശ റോഡിൽ 2 കൺട്രോൾ പോയിന്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ ദാഖിലിയെയും ദാഹിറയെയും ധോഫാറുമായി ബന്ധിപ്പിക്കുന്ന റോഡിൽ 5 പോയിന്റുകളും സ്ഥാപിച്ചു. ധോഫാറിലെത്തുന്നവർ സന്ദർശന വേളയിൽ സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും യാത്രയ്ക്ക് നന്നായി മുന്നൊരുക്കങ്ങൾ നടത്തണമെന്നും സിവിൽ ഡിഫൻസ് പ്രസ്താവനയിൽ പറഞ്ഞു. വാഹനങ്ങൾ അറ്റകുറ്റപ്പണി നടത്തി പരിപാലിക്കുക, ഫസ്റ്റ് എയ്ഡ് ബാഗ് കരുതുക, പ്രവർത്തിക്കുന്ന അഗ്നിശമന ഉപകരണം തുടങ്ങിയ കാര്യങ്ങൾ ഉറപ്പാക്കണമെന്നും അഭ്യർത്ഥിച്ചു. യാത്രയിൽ ക്ഷീണം അനുഭവപ്പെടുകയാണെങ്കിൽ വിശ്രമിച്ച് യാത്ര തുടരണം. അനുമതിയില്ലാത്ത കുളങ്ങളിലും ബീച്ചുകളിലും മറ്റും നീന്തരുത്. ഖരീഫ് സീസണിൽ തിരമാലകളുടെ അനിയന്ത്രിതമായി ഉയരാൻ സാധ്യതയുണ്ട്. കുട്ടികളെ നിരീക്ഷിക്കണമെന്നും സാധനങ്ങൾ പൊതുസ്ഥലങ്ങളിലും വാഹനങ്ങളിലും ഉപേക്ഷിക്കരുതെന്നും അധികൃതർ നിർദ്ദേശിച്ചു. ദേശീയ സൈനിക അച്ചടക്ക പരിപാടിയുടെ പ്രവർത്തനങ്ങൾക്ക് ധോഫാർ ഗവർണറേറ്റിൽ തുടക്കമായി. സാംസ്കാരിക, കായിക, യുവജന മന്ത്രാലയത്തിന്റെ മേൽനോട്ടത്തിൽ സൈനിക, സുരക്ഷാ വകുപ്പുകളുമായും സർക്കാർ സ്ഥാപനങ്ങളുമായും സഹകരിച്ചാണ് MDP നടത്തുന്നത്. ജൂലൈ 24 വരെ പ്രവർത്തനങ്ങൾ തുടരും. ആദ്യ ആഴ്ചയിൽ സൈനിക അച്ചടക്കം, ആശയവിനിമയ കഴിവുകൾ, പ്രഥമ ശുശ്രൂഷ, ടീം വർക്ക്, നേതൃത്വ ശൈലികൾ, മയക്കുമരുന്ന്, ലഹരി പദാർത്ഥങ്ങൾ എന്നിവ കൈകാര്യം ചെയ്യുന്നതിനുള്ള മാർഗങ്ങൾ, പോഷകാഹാരം, ശാരീരിക ക്ഷമത എന്നിവയെക്കുറിച്ചുള്ള പ്രഭാഷണങ്ങളാണ് നൽകുക. 2 ശില്പശാലകളും ഉണ്ടാകും. ഒമാനിൽ ജോലി ചെയ്യുന്ന പൗരന്മാർക്കും പ്രവാസികൾക്കുമുള്ള പ്രസവാവധി ഇൻഷുറൻസ് ജൂലൈ 19 മുതൽ നടപ്പിലാക്കുമെന്ന് സോഷ്യൽ പ്രൊട്ടക്ഷൻ ഫണ്ട് അറിയിച്ചു. ഇത് സ്വകാര്യ പൊതുമേഖലയിലെ ജീവനക്കാർക്കും ബാധകമാണ്. താൽക്കാലിക കരാറുകൾ, പരിശീലന കരാറുകൾ, വിരമിച്ച തൊഴിലാളികൾ എന്നിവയുൾപ്പെടെ എല്ലാ തരത്തിലുമുള്ള കരാറുകളും ഇതിൽ ഉൾപ്പെടുന്നു. രാജ്യത്ത് ജോലി ചെയ്യുന്ന പ്രവാസി തൊഴിലാളികൾക്കും ഈ വിഭാഗത്തിലെ വ്യവസ്ഥകൾ നിർബന്ധമായും പാലിച്ച് ആനുകൂല്യം നേടാവുന്നതാണ്. ഇത് സംബന്ധിച്ച് സോഷ്യൽ പ്രൊട്ടക്ഷൻ ഫണ്ടിന്റെ ഡയറക്ടർ ബോർഡ് ചെയർമാൻ ഉത്തരവ് പുറത്തിറക്കിയിരുന്നു. ഇത് ജൂൺ 30 ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. ഒമാനി അല്ലാത്ത സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രസവാവധി അലവൻസിന് അർഹതയുണ്ടെന്ന് ഉത്തരവിൽ വ്യക്തമാക്കുന്നു. കൊമേഴ്ഷ്യൽ രജിസ്ട്രിയിൽ രജിസ്റ്റർ ചെയ്ത തൊഴിലാളികൾക്ക് പരിരക്ഷ ലഭിക്കും. ലോക ലഹരി വിരുദ്ധ ദിനാചരണത്തോടനുബന്ധിച്ച് പൊന്നാനി ഓർഗനൈസേഷൻ ഓഫ് സലാല യൂത്ത് വിംഗ് സംഘടിപ്പിക്കുന്ന ലഹരിക്കെതിരെ യുവശക്തി ക്യാമ്പയിൻ യൂത്ത് വിംഗ് കൺവീനർ ജനീസിന്റെ അധ്യക്ഷതയിൽ POS സെക്രട്ടറി ഗഫൂർ താഴത്ത് ഉദ്ഘാടനം ചെയ്തു. നാട്ടിലും പ്രവാസലോകത്തും പുതുതലമുറയിൽ വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗം കുടുംബങ്ങളുടെയും സമൂഹത്തിന്റെയും രാജ്യത്തിന്റെയും ഭാവിയെയും കരുത്തിനെയും തകർക്കുന്നതാണെന്ന് യോഗം വിലയിരുത്തി.
ഇതിനെതിരെ വളർന്നുവരുന്ന യുവതലമുറയിലും വിദ്യാർത്ഥികളിലും രക്ഷിതാക്കളിലും ശക്തമായ ബോധവൽക്കരണം നടത്തുന്നതാണെന്നും ജനീസ് അറിയിച്ചു. POS സെക്രട്ടറി ഗഫൂർ താഴത്ത്, നിയാസ് കമൂന, താഹിർ, ആദിൽ എന്നിവർ സംസാരിച്ചു. ബുധനാഴ്ച വരെ രാജ്യത്ത് കനത്ത ചൂട് അനുഭവപ്പെടുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ്. തീരപ്രദേശങ്ങളിലും മരുഭൂപ്രദേശങ്ങളിലും 40 ഡിഗ്രിക്കും 50 ഡിഗ്രിക്കും ഇടയിലായിരിക്കും താപനില. വരും ദിവസങ്ങളിൽ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് സൂര്യാഘാതത്തിന് ഇടയാക്കും. പുറം ജോലികളിൽ ഏർപ്പെടുന്നവർ ചൂടേറിയ സമയങ്ങളിൽ വിശ്രമിക്കണമെന്നും അധികൃതർ നിർദ്ദേശിക്കുന്നു. ചുട്ടുപൊള്ളുന്ന വേനൽ ചൂടിൽ നിന്ന് ശരീരത്തെ സംരക്ഷിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. വേനൽ ചൂട് ശരീരത്തെ ക്ഷീണിപ്പിക്കുന്നതിനൊപ്പം ചർമ്മരോഗങ്ങൾ, പനി, നിർജ്ജലീകരണം തുടങ്ങിയ അവസ്ഥകൾക്കും കാരണമാകുന്നുണ്ട്. ഈ കാലാവസ്ഥയിൽ ചൂടിനെ ചെറുക്കാനും ആരോഗ്യം നിലനിർത്താനും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും വേണം. വേനൽ ചൂടും അമിത വിയർപ്പും നമ്മുടെ ശരീരത്തിൽ നിർജ്ജലീകരണം ഉണ്ടാക്കുന്നതിനാൽ ദിവസവും 3 ലിറ്റർ വെള്ളം കുടിക്കേണ്ടതെങ്കിലും ആവശ്യമാണെന്ന് അധികൃതർ ഉണർത്തി. വീണ്ടും സർവീസുകൾ റദ്ദാക്കി എയർ ഇന്ത്യ എക്സ്പ്രസ്. ഇന്നത്തെ മസ്കത്ത് കണ്ണൂർ വിമാനം റദ്ദാക്കിയത് യാത്രക്കാരെ ദുരിതത്തിലാക്കി. അടുത്ത ദിവസങ്ങളിലുള്ള സർവീസുകളിൽ ചിലതും റദ്ദാക്കിയിട്ടുണ്ട്. വിമാനങ്ങൾ കുറവുള്ള കണ്ണൂർ സെക്ടറിലേക്ക് സർവീസ് റദ്ദാക്കുന്നത് യാത്രക്കാർക്ക് വലിയ പ്രയാസമുണ്ടാക്കുന്നതാണ്. ജീവനക്കാരുടെ കുറവിനെ തുടർന്ന് മസ്കത്ത് കോഴിക്കോട് വിമാനവും എയർ ഇന്ത്യ എക്സ്പ്രസ് റദ്ദാക്കിയിരുന്നു. ഒരു മാസത്തിനിടെ നിരവധി തവണയാണ് മസ്കത്ത് സെക്ടറിൽ മാത്രം വിമാനങ്ങൾ റദ്ദാക്കിയത്. പല സർവീസുകളും വൈകി പുറപ്പെടുകയും ചെയ്തു. അവധിക്കാലത്തും യാത്രക്കാർക്ക് ദുരിതം നൽകുന്നത് തുടരുകയാണ് എയർ ഇന്ത്യ എക്സ്പ്രസ്. വിമാനത്താവളത്തിലെത്തിയ ശേഷം മാത്രമാണ് യാത്രക്കാർ പലരും സർവീസ് റദ്ദാക്കുന്നതും വൈകുന്നതും അറിയുന്നത്. ടിക്കറ്റ് എടുക്കുന്ന ട്രാവൽ ഏജൻസികൾ പലപ്പോഴും യാത്രക്കാരെ വിമാനസമയ മാറ്റം അറിയിക്കാറുണ്ടെങ്കിലും ചിലപ്പോൾ ഇതിലും വീഴ്ച വരുന്നുണ്ട്. ഹിജ്റ വർഷാരംഭം പ്രമാണിച്ച് ജൂലൈ 7 ഞായറാഴ്ച ഒമാനിൽ പൊതു അവധി പ്രഖ്യാപിച്ചു. സർക്കാർ സ്വകാര്യ മേഖലയിൽ അന്നേ ദിവസം അവധിയായിരിക്കുമെന്ന് തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. മുഹറം 1 പിന്നീട് മാസപ്പിറവിയുടെ അടിസ്ഥാനത്തിൽ ഒമാൻ ഔക്കാഫ് മതകാര്യ മന്ത്രാലയം പ്രഖ്യാപിക്കും. ദാതാക്കളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ടായതിനാൽ അടിയന്തരമായി ബ്ലഡ് പ്ലാസ്മ ദാനം ചെയ്യണമെന്ന് സെൻട്രൽ ബ്ലഡ് ബാങ്ക് അധികൃതർ ആവശ്യപ്പെട്ടു. ബൗഷർ ബ്ലഡ് ബാങ്കിൽ ഞായറാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 8 മണി മുതൽ രാത്രി 8 വരെയും വെള്ളിയാഴ്ച രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെയും നേരിട്ടെത്തി ബ്ലഡ് പ്ലാസ്മ ദാനം ചെയ്യാം. ബുറൈമി ഗവർണറേറ്റിൽ വാഹനങ്ങൾ മോഷ്ടിച്ച 2 പേർ അറസ്റ്റിൽ. ഗവർണറേറ്റിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 3 വാഹനങ്ങളാണ് മോഷണം പോയത്. ബുറൈമി ഗവർണറേറ്റ് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് മോഷ്ടാക്കൾ പിടിയിലായത്. പ്രതികൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചതായും റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു. തെക്കൻ ബാത്തിന ഗവർണറേറ്റിലെ മുസന്നയിൽ കെട്ടിടത്തോട് ചേർന്ന് പാർക്ക് ചെയ്തിരുന്ന നിരവധി കാറുകൾ കത്തിനശിച്ചു. SUV വാഹനങ്ങൾ ഉൾപ്പെടെയുള്ളവയ്ക്കാണ് തീപിടിച്ചത്. ഇന്നലെ ഉച്ചയോടെയായിരുന്നു സംഭവം. തീപിടുത്തത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ലെന്ന് സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗം അറിയിച്ചു. അഗ്നിശമന സേനയെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. അപകട കാരണം വ്യക്തമല്ല. ദിവസങ്ങൾക്കിടെ വിവിധ സ്ഥലങ്ങളിലാണ് തീപിടുത്തങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാവുന്നു. കൂടുതൽ ഒമാൻ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം. നമസ്കാരം.